ശാലിനി സുരേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നാരായണീയത്തിൻ്റെ ക്ലാസ് വെക്കാമോ എന്ന്. നമുക്ക് ആചാര്യന്മാരെ സമീപിച്ചു നോക്കുന്നുണ്ട്. വിഷ്ണു ആരെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ, എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ എന്താ വലിയ വലിയ ചോദ്യങ്ങളൊക്കെ എന്താ ചോദിക്കാൻ കാരണം എന്ന്. കാരണം ഞാനിങ്ങനെ വഴിപാടുകൾ മാത്രമാണ് പറയണത്, വേറെ കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. അപ്പം എനിക്ക് അറിവില്ല എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പറയാറുണ്ട്. എന്നിട്ടും എന്താണ് ഇത്തരം ഭക്തിപരമായ കാര്യങ്ങൾ, അതായത് ഗുരുവായൂർ അമ്പലവുമായിട്ട് റിലേറ്റഡ് അല്ലാതെ എങ്ങോട്ട് തിരിഞ്ഞിരുന്ന ഭഗവാന്റെ വിഗ്രഹം വെക്കണം, അങ്ങനത്തെ കുറച്ചൊരു ജ്യോതിഷം, കുറച്ചൊരു വാസ്തു, കുറച്ച് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡൗട്ട് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവുക എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അവസാനം കഴിഞ്ഞ ദിവസം അതിനൊരു മറുപടി കിട്ടി. ഒരുപാട് അറിവുള്ള ആചാര്യന്മാർ പറയുമ്പോൾ അവരുടെ ആ ഒരു അറിവ് ഭയങ്കര കട്ടിയായിട്ടുള്ള വാക്കുകളായിട്ട് നമുക്ക് കേൾക്കാം. പക്ഷെ അത് നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മുടെ അറിവുകൾ അത്രയും അങ്ങോട്ട് ഉയർന്നിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാനൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവില്ലേ. പക്ഷേ എന്നെപ്പോലെ കുറച്ച് മാത്രം അറിയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ വലിയ സംസ്കൃത പാണ്ഡിത്യമൊന്നും ഇല്ലാത്ത ആൾക്കാർ പറയുമ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് സിംപ്ലി മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാവും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. നാരായണീയം ക്ലാസ് എടുക്കാമെന്നൊക്കെ എനിക്ക് ധൈര്യമില്ല, എനിക്കിപ്പോഴും ധൈര്യമില്ല. അതാണ് ഞാനിങ്ങനെ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ ഒരിക്കലും എനിക്ക് അതിനുള്ള ധൈര്യം തരട്ടെ. അതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കൂ കേട്ടോ. അടുത്ത ചോദ്യം.